Hello everyone, welcome back to Liter Huddles. Let's learn together. Today we are going to discuss the lesson The Burning of the Books, written by Bertolt Brecht. ഇതൊരു ചെറിയ പോമാണ് കേട്ടോ. എഴുതിയ ആളെ കാണണ്ടേ? This is the author Bertolt Brecht. ഇതൊരു ജർമ്മൻ റൈറ്ററാണ് കേട്ടോ. As usual, let's see more about the author first. Bertolt Brecht. Bertolt Brecht was one of the most influential German playwrights of the 20th century. His works include The Three-Penny Opera, The Mother Courage and Her Children, The Good Person of Szechuan, The Irresistible Race of Arto Ui. Brecht was born in Augsburg, Bavaria in 1898, and the two world wars directly affected his life and works. 20th century ജർമ്മൻ നാടകകൃത്തുക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ബ്രെറ്റോൾട്ട് ബ്രെറ്റ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച വർക്കുകളിൽ ചിലത് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1898 ജർമ്മനിയിലെ ഔസ്ബർഗ് എന്ന സ്ഥലത്ത് ജനിച്ച ബ്രെറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ 2 ലോക മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളായിരുന്നു. ഈ 2 യുദ്ധങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിനെയൊക്കെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഹി റോട്ട് പോയട്രി വെൻ ഹി വാസ് എ സ്റ്റുഡൻറ്റ് ബട്ട് സ്റ്റഡീഡ് മെഡിസിൻ അറ്റ് ലഡ്വിഗ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ച്. After military service during the World War I, he abandoned his medical studies to pursue writing and the theatre. A member of Independent Social Democratic Party, Brecht wrote theatre criticism for a socialist newspaper from 1919 to 1921. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ബ്രെറ്റ് പോംസ് ഒക്കെ എഴുതുമായിരുന്നു. ബട്ട് അദ്ദേഹം ജർമ്മനിയിലെ മ്യൂണിച്ചിൽ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കുവാനാണ് ചേർന്നത്. വേൾഡ് വാർ വണ്ണിൻ്റെ സമയത്ത് മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത അദ്ദേഹം അതൊക്കെ അവസാനിച്ചപ്പോഴേക്കും മെഡിക്കൽ സ്റ്റഡീസൊക്കെ ഉപേക്ഷിച്ച് പിന്നീട് റൈറ്റിംഗ്സിലേക്കും നാടകങ്ങളിലുമൊക്കെ ആയിട്ട് ജീവിച്ചു. ഇൻഡിപെൻഡൻറ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു മെമ്പർ എന്ന നിലയിൽ 1919 മുതൽ 1921 വരെ ഒരു സോഷ്യലിസ്റ്റ് ന്യൂസ് പേപ്പറിൽ തിയേറ്റർ ക്രിറ്റിസിസംസ് ഒക്കെ അദ്ദേഹം എഴുതിയിരുന്നു. ഈ ഡിസ്കഷനിൽ നമ്മൾ ഓഥറിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്തായിരുന്നു എന്നറിയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം കൂടുതൽ നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ്സ് വൈ His plays were banned in Germany in 1930s, and in 1933 he went into exile, first in Denmark and then Finland. He moved to Santa Monica, California in 1941, hoping to write for Hollywood, but he drew attention of the House Un-American Activities Committee. 1930s ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ ബാൻ ചെയ്യപ്പെട്ടു. അങ്ങനെ ബ്രെറ്റിന് ഒളിവിൽ പോകേണ്ടി വന്നു. ആദ്യം അദ്ദേഹം പോയത് ഡെൻമാർക്കിലേക്കായിരുന്നു, പിന്നീട് ഫിൻലാൻഡിലേക്കും. 1941 അദ്ദേഹം കാലിഫോർണിയയിലെ സാന്റ മോണിക്കയിലേക്ക് മൂവ് ചെയ്തു. ഹോളിവുഡിന് വേണ്ടി കഥ എഴുതാം എന്ന പ്രതീക്ഷയിലായിരുന്നു അത്. പക്ഷേ അത് നടന്നില്ല, കാരണം ബ്രെറ്റ് അപ്പോഴേക്കും അൺ അമേരിക്കൻ ആക്ടിവിറ്റീസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. Although he managed to deflect accusations of being a communist, he moved to Switzerland after the hearings. He relocated to East Berlin in 1949 and ran the Berliner Ensemble, a theatre company. അവിടുത്തെ കേസും ബഹളവുമൊക്കെ കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിലേക്കാണ് പിന്നീട് മൂവ് ചെയ്തത്. പിന്നീട് അദ്ദേഹം വീണ്ടും ജർമ്മനിയിലെത്തുകയും ബെർലിനർ അസംബിൾ എന്ന ഒരു തിയേറ്റർ കമ്പനി നടത്തുകയും ചെയ്തു. ആസ് എ ഡയറക്ടർ ഹി അഡ്വക്കേറ്റഡ് ദ ഏലിനേഷൻ ഇഫക്റ്റ് ഇൻ ആക്ടിംഗ്, an approach intended to keep the audience emotionally uninvolved in the light of the characters. Bertolt Brecht died in 1956. He was buried in Berlin. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഏലിനേഷൻ ഇഫക്റ്റ് എന്ന ആക്ടിംഗ് മെത്തേഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ വ്യക്തിയായിരുന്നു ബ്രെറ്റ്. ഏലിനേഷൻ ഇഫക്റ്റ് എന്നാൽ ഡ്രാമയിലെ ആക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും ഓഡിയൻസിനെ ഇമോഷണലി ഇൻവോൾവ് ആക്കാതെ ഒരു ക്രിറ്റിക്കൽ ഒബ്സർവറായിട്ട് മാറ്റി നിർത്തുന്ന, എന്നിട്ട് ആ പ്ലേ വിലയിരുത്തുന്ന തരത്തിൽ മാറ്റി നിർത്തുന്ന ഒരു തിയേറ്ററിക്കൽ ഡിവൈസാണ് ഏലിനേഷൻ ഇഫക്റ്റ്. അദ്ദേഹം 1956 മരണപ്പെടുകയും ബെർലിനിൽ അടക്കം ചെയ്യുകയും ചെയ്തു. Now let's move into the poem. Before that, let's have an introduction to the poem. The poem can be seen as Brecht's response to Nazi practice of burning the books. Brecht has faced persecution from the Nazis during the World War period. It is to be remembered that Jewish authors were widely burned during this period as a way of cleansing the country. നാസികൾക്ക് ബുക്സിനോടുള്ള വിരോധത്തോടുള്ള ബ്രെറ്റിൻ്റെ പ്രതികരണമാണ് ഈ പോം. വേൾഡ് വാർ ടൈമിൽ ബ്രെറ്റും നാസികളുടെ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. അക്കാലത്ത് ജൂത എഴുത്തുകാരുടെ ബുക്സ് നിരോധിക്കുകയും കൂട്ടിയിട്ട് കത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. The poem was originally written in the German language, but later translated into English. It describes the century-old conflicts between ruling class and artist community. The practice of burning books is seen from the perspective of a poet who is not banned from writing and so wants to know why he is not included in the list. ഈ പോം ആദ്യം ജർമ്മൻ ലാംഗ്വേജിലാണ് എഴുതിയത്, പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു.
ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഭരണവർഗവും കലാകാരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നിരോധിച്ച ബുക്സ് കത്തിക്കുന്ന പ്രവൃത്തി കണ്ട് നിരോധിക്കപ്പെടാത്ത ഒരു പോയറ്റിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് ബ്രെറ്റ് ഈ പോയം എഴുതുകയാണ്. Now let's move to the poem. When the regime commanded the unlawful books to be burnt, teams of dull oxen hauled huge cartloads to bonfires. Then a banished writer, one of the best, scanning the list of excommunicated texts, became enraged. He had been excluded. He rushed to the desk, full of contemptuous wrath, to write first letter to the Maroons in power. "Burn me," he wrote with the blazing pen. "Haven't I always reported the truth? Now here you are, treating me like a liar. Burn me." ഇത്രയേ ഉള്ളൂ നമ്മുടെ പോം. ഇനി എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. Let's see the poem in detail. In the poem, the regime passed an executive order to ban books which contain harmful knowledge, and they are carried to a place for burning. Here, regime is a reference to the Nazi rule that spread throughout the Germany. The regime has its own vested interest in banning the books because the content questions their autocratic rule and represents ideologies opposed to Nazism. Unlawful books are being publicly burned. A renowned writer who has been banished from the country checks the list of banned books and shocked when he can't see his books on the list. ഇവിടെ റെജിം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ആകെ സ്പ്രെഡായി കിടക്കുന്ന നാസി റൂളിനെയാണ്. ദോഷകരമായ വിവരങ്ങൾ അടങ്ങിയ ബുക്സ് നിരോധിക്കാൻ ഭരണകൂടം ഉത്തരവിറക്കുകയാണ്. അവയെല്ലാം വലിയ ലോഡുകളാക്കി കെട്ടിപ്പൊതിഞ്ഞ് കാളവണ്ടികളിലാക്കി കത്തിക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. എന്താണ് ഈ ഹാംഫുൾ നോളജ് എന്ന് പറയുന്നില്ല. ലോഫുൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായവ എന്നാണ് ബ്രെറ്റ് ആ ബുക്സിനെ പറ്റി പറയുന്നത്. ഹാംഫുൾ നോളജ് അല്ലെങ്കിൽ അൺലോഫുൾ എന്നൊക്കെ ആ ബുക്സിനെ റെജിം വിളിക്കുന്നു. കാരണം ആ ബുക്സുകൾ നാസിസത്തെ ഒപ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഓട്ടോക്രാറ്റിക് റൂളിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നു. അത്തരം ബുക്സിനെ പബ്ലിക്കായിട്ട് അധികാരവർഗ്ഗങ്ങൾ കത്തിക്കുകയാണ്. നാടുകടത്തപ്പെട്ട ഒരു പ്രമുഖ എഴുത്തുകാരൻ നിരോധിക്കപ്പെട്ട ബുക്കുകളുടെ ലിസ്റ്റ് പരിശോധിക്കുകയാണ്. എന്നാൽ തൻ്റെ പുസ്തകങ്ങൾ ആ കൂട്ടത്തിലില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ ആകെ ഷോക്കാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. He hastens to the desk on wings of wrath, that is angrily, and writes a letter to the rulers of his native country and challenges them to burn him because he was considered as one of the best and hence banished. He further questions them if his books never reported the truth, and by not putting his books on the list, they are terming the writer as a liar. He exclaims with provocation to burn him. The writer believes that it is honorable for a writer to earn tyrant rulers' criticism because a genuine writer portrays the harsh truth, which the regime corrupts and prevents it from spreading among the common people. ദേഷ്യത്തോടെ തന്നെ ആ റൈറ്റർ ഭരണകേന്ദ്രത്തിലുള്ള അധികാരികൾക്ക് കത്തെഴുതുകയാണ്. തന്നെയും ആ ബുക്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ കത്തിക്കാൻ ഭരണകൂടത്തെ ചലഞ്ച് ചെയ്യുന്നു. കാരണം ഈ റൈറ്റർ ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ദുർഭരണത്തിനെതിരെ തുറന്നെഴുതിയതിനാൽ നാടുകടത്തപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. തൻ്റെ വർക്കും ബാനിഷ് ചെയ്തതുമാണ്. തന്നെയും തൻ്റെ ബുക്സിനെയും ബാൻ ചെയ്ത അൺലോഫുൾ ബുക്സിൻ്റെ ലിസ്റ്റിൽ പെടുത്താതെ ഈ ഭരണകൂടം എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? താൻ ആ ബുക്കിൽ എഴുതിയ സത്യങ്ങളൊക്കെയും കള്ളമായിരുന്നു എന്ന് വിളിച്ചു പറയുകയല്ലേ ഇവർ ചെയ്യുന്നത്? തന്നെ ഒരു ലയറാണെന്ന് മുദ്രകുത്തുകയല്ലേ ഈ അധികാരി വർഗ്ഗങ്ങൾ എന്നയാൾ ഭരണകൂടത്തിന് നേരെ ആക്രോശിക്കുകയാണ്. തന്നെയും ജീവനോടെ കത്തിക്കുവാൻ പോയിട്ട് അധികാരികളോട് പറയുകയാണ്. നമ്മുടെ റൈറ്റർ വിശ്വസിക്കുന്നത് റൂളേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സത്യസന്ധമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ്. പക്ഷേ ആ ബുക്കുകൾ കോമൺ പീപ്പിളിൻ്റെ ഇടയിലേക്ക് എത്താതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് എപ്പോഴും അധികാരി വർഗ്ഗങ്ങൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ പോമാണ്. ഇനി ഈ പോയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2 ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അതിലെ ആദ്യത്തെ ഭാഗം നോക്കാം. Haven't I always reported the truth? Let's see. This line comes to the end of the poem. Under normal circumstances, telling truth is encouraged. But during the World War, anything spoken against the regime is seen as unlawful. Thus, when the poet writes during the period of the regime, he is seen as an outlaw. His works are banned. That's why he wishes to be on the list of those whose books are to be burned. Only those who are outlawed finds their book being burned by the Nazis. Haven't I always reported the truth? പോയതിൻ്റെ അവസാന ഭാഗത്താണ് ഈ ലൈൻ വരുന്നത്. സാധാരണ സിറ്റുവേഷൻസിൽ സത്യം പറയാനാണ് എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. ബട്ട് വേൾഡ് വാറിൻ്റെ ടൈമിൽ അധികാരി വർഗ്ഗങ്ങൾക്കെതിരെ എന്തു പറഞ്ഞാലും അവയൊക്കെ അൺലോഫുൾ ആയിട്ടാണ് കരുതുന്നത്. നമ്മുടെ പോയറ്റും നാസികളെപ്പറ്റി എഴുതിയതിനാൽ അദ്ദേഹത്തെ നിയമവിരുദ്ധൻ എന്ന മുദ്രകുത്തി അയാളുടെ വർക്ക് ബാൻ ചെയ്യുകയും ചെയ്തിരുന്നു.
അതിനാലാണ് ബാൻ ചെയ്ത ബുക്സിന്റെ ലിസ്റ്റിൽ തന്റെ ബുക്സിന്റെ ലിസ്റ്റും ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് അൺലോഫുൾ ബുക്സ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. Under normal circumstances, anything that is considered unlawful is a reference to something against the existing law. In this case, unlawful books are those that are written opposing the regime. These books are considered unlawful because rather than supporting the Nazis, they oppose the existing regime. They are seen as a threat to the dominant rule. നോർമൽ സർക്കംസ്റ്റാൻസിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരെ നിലകൊള്ളുന്നവയാണ് അൺലോഫുൾ അല്ലെങ്കിൽ നിയമവിരുദ്ധം എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ അൺലോഫുൾ എന്ന് പറയുന്നത് ഭരണവർഗത്തിനെതിരെ ശബ്ദിച്ച ബുക്കുകളെയാണ്. ഇവയൊക്കെ അൺലോഫുൾ എന്ന് പറയാൻ കാര്യം തന്നെ നാസികളുടെ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ്. സോ ഇത്തരം ബുക്സ് അധികാരി വർഗത്തിന് ഒരു ഭീഷണിയാവും എന്ന് കരുതിയാണ് കൂട്ടത്തോടെ പബ്ലിക്കലി ബേൺ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. രാജ്യത്ത് അവ ബാൻ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ പോയത്തിനൊരു കൺക്ലൂഷനൂടെ നോക്കണ്ടേ? ലെറ്റ്സ് സീ ദ ബേണിംഗ് ഓഫ് ദ ബുക്സ്. ബൈ പോർട്രേയിങ് എ റൈറ്റർ ഓഫ് നാസി പീരിയഡ് ആസ്കിംഗ് ടു ബി ബേൺഡ്, Brecht is highlighting the consequence of speaking out against the regime. The writer in the poem wants his name to be included in the list of those who are outlawed by the regime. Though this sentiment, Brecht brings to the reader a kind of censorship practiced by the regime. This is not the case with the many others who perished at the hand of the Nazis. Thus, Brecht brings to us the problem of censorship under the authoritarian government. നാസി പീരീഡിൽ തന്നെയും ബേൺ ചെയ്യാൻ പറയുന്ന ഒരു റൈറ്ററിനെ പ്രസന്റ് ചെയ്യുന്നത് വഴി റെജിമിനെതിരെ സംസാരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയാണ് ബ്രെറ്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അൺലോഫുൾ എന്ന രജിം പറഞ്ഞ ബുക്സിന്റെ ലിസ്റ്റിൽ തന്റെ പേരും വരണമെന്ന് ആ പോയറ്റും ആഗ്രഹിച്ചു. ബുക്സ് ബേൺ ചെയ്യുന്ന ഈ പ്രവൃത്തി ഒരുതരം സെൻസർഷിപ്പാണ് എന്ന് ബ്രെറ്റ് പറയുന്നു. ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് സെൻസർഷിപ്പ് നടത്തുന്നത് വായനക്കാർക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ് ബെർട്ടോൾട്ട് ബ്രെറ്റ് എന്ന റൈറ്റർ. ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ലിറ്റർ ഹാഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോ